എല്ലാം ഒത്തിണങ്ങിയ ഒരു ടീമുമായാണ് സ്പെയിൻ 2026 ലോകകപ്പിനെത്തുന്നത്. 2024 യൂറോ കപ്പ് ജേതാക്കൾ, 2022-23 യുവേഫ നേഷൻസ് ലീഗ് ജേതാക്കൾ, 2024-25 റണ്ണേഴ്സ് അപ്പ്, യമീൻ യമാൽ എന്ന യങ് ഫുട്ബോൾ സെൻസേഷൻ പ്ലെയറുടെ സാന്നിധ്യം, ക്വാളിഫയറിലെ ക്ലീൻ പ്രകടനം, കളിക്കാരുമായി നല്ല ആത്മബന്ധം പുലർത്തുന്ന ആത്മവിശ്വാസമുള്ള ലൂയിസ് ദെ ലാ ഫുവന്തെ എന്ന പരിശീലകൻ. സ്പെയിൻ ടീമിന് ഒരു പിടി പോസിറ്റീവ്സ് ഉണ്ട്. അതിനാൽ തന്നെ പ്രതീക്ഷയിൽ ഒരൽപ്പം മുകളിലാണ് ടീം. യുവത്വവും കളിക്കാർ തമ്മിലുള്ള ഒത്തിണക്കവും ഒപ്പം തന്ത്രങ്ങളും സക്സസ് ആയാൽ ഇത്തവണ ലോകകപ്പ് ഉയർത്താൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ടീം സ്പെയിനാണ്. സ്പെയിനിന്റെ അണ്ടർ-19, അണ്ടർ-21 ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുള്ള ഫുവന്തെ 2022 സീനിയർ ടീമിന്റെ പരിശീലകനായി എത്തുന്നത്. ഖത്തർ ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ ടീം പുറത്തായതോടെയാണ് ലൂയിസ് എൻറിക്കയെ സ്പെയിൻ മാറ്റുന്നത്. നിലവിൽ 2 തവണ തുടർച്ചയായി ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG പരിശീലകനായ എൻറിക്കയ്ക്ക് പകരക്കാരനായാണ് ഫുവന്തെ എത്തുന്നത്. ആ വരവോടെ തന്നെ ടീമിന്റെ മനോഭാവം മൊത്തത്തിൽ മാറി. സ്പെയിനിന്റെ സ്വതസിദ്ധമായ ആക്രമണ ഫുട്ബോൾ തന്നെയാണ് ഫുവന്തെയും ആയുധമാക്കുന്നത്. പൊസഷൻ ഗെയിം കളിച്ച് പാസിട്ട് ഗോൾ അടിക്കാതെ നിൽക്കുന്ന ടീം എന്ന ചീത്തപ്പേര് അദ്ദേഹം മാറ്റിയിരിക്കുന്നു. സ്പെയിൻ ഗോൾ അടിക്കുന്നുണ്ട്, കപ്പുകളും നേടുന്നുണ്ട്. പൊസഷൻ ഗെയിമും കൗണ്ടർ അറ്റാക്കിംഗ് രീതിയും ഒക്കെ ഒരുപോലെ പരീക്ഷിച്ച് വിജയിക്കുന്നുണ്ട് ലാ ഫുവന്തെ. അതിനാൽ ഏത് മത്സരത്തിലും സ്പെയിൻ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങിയാൽ പിന്നെ അവരെ തളർത്തുക പ്രയാസമാണ്. ഏത് മോശം ഘട്ടത്തിൽ നിന്നും അവർ തിരിച്ചെത്തുകയും ചെയ്യും. ഇപ്പോഴത്തെ സ്പെയിൻ ടീമിലെ യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ലാ ഫുവന്തെ. ഇത് 17ാം തവണയാണ് സ്പെയിൻ ലോകകപ്പ് കളിക്കാൻ എത്തുന്നത്. ഇതിഹാസ പരിശീലകൻ വിൻസെന്റ് ഡെൽ ബോസ്കോയ്ക്ക് കീഴിൽ 2010 ടിക്കി ടാക്കയുടെ മികവിൽ പുയോളും റാമോസും ഇനിയസ്റ്റയും ടോറസും വിയയും സാവിയും കസിയസും എല്ലാം അടങ്ങുന്ന ടീം കിരീടമുയർത്തിയതാണ് അവരുടെ ഏറ്റവും മികച്ച പ്രകടനം. 1934 ഇറ്റലിയിൽ നടന്ന ആദ്യ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ കളിച്ച സ്പെയിൻ കഴിഞ്ഞ ലോകകപ്പിലും ക്വാർട്ടറിൽ തന്നെയാണ് പുറത്തായത്. ഖത്തറിൽ കോസ്റ്ററിക്കയെ 7-0 തകർത്തുകൊണ്ടാണ് അവർ തുടങ്ങിയത്. ക്വാർട്ടറിൽ മൊറോക്കോയോട് തോറ്റാണ് പുറത്തായത്. ലാ ലീഗയിലെ വൻപന്മാരായ റിയൽ മാഡ്രിഡിൽ നിന്ന് ഒരൊറ്റ കളിക്കാരനും ഇല്ലാതെയാണ് സ്പെയിൻ ടീം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ഫുട്ബോൾ ആരാധകരെ ഞെട്ടിച്ചിരുന്നു. അതാണ് ഈ ടീമിന്റെ വലിയ സർപ്രൈസ്. ഉനായി സിമൺ, ഡേവിഡ് റായ, യോവാൻ ഗാർസിയ എന്നിങ്ങനെ ഒന്നിനൊന്ന് മികച്ച 3 ഗോൾ കീപ്പർമാരാണ് ടീമിലുള്ളത്. അത്ലറ്റിക് ബിൽബാവോയുടെ ഉനായി സിമോണാണ് കോച്ചിന്റെ ഫേവറേറ്റ്. എന്നാൽ ആഴ്സണലിന്റെ ഡേവിഡ് റായയും ബാഴ്സലോണയുടെ യോവാൻ ഗാർസിയയും ഒട്ടും മോശക്കാരല്ല. ഇവരിൽ ആരാണ് സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാവുക എന്നത് സ്പെയിൻ കളിക്കാൻ ഇറങ്ങുമ്പോൾ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് സാഹചര്യം. ലെഫ്റ്റ് ബാക്കിൽ മാർക്ക് കുക്കുറയ്യ, റൈറ്റ് ബാക്കിൽ മാർക്കോസ് ലോറന്റെ, സെന്റർ ബാക്കുകളായി എമറിക് ലപ്പോർട്ടെ, പാവു കുബാർസി എന്നിവർക്കൊപ്പം ഗ്രീമാൾഡോ, എറിക് ഗാർസിയെ, മാർക്ക് പുബിൽ, പെട്രോ പോറെ എന്നിവരാണ് ടീമിന്റെ പ്രതിരോധ നിരയിലുള്ളത്. ലാപ്പോർട്ടയുടെ പരിചയ സമ്പത്തും കുക്കുറയുടെ വേഗതയും മികച്ച ഫോമുള്ള ലോറന്റെ എന്നിവരെല്ലാം ഈ പ്രതിരോധ കോട്ടയുടെ പ്ലസ് പോയിന്റുകളാണ്. പൊസഷൻ ഗെയിമിൽ സ്പെയിനിന്റെ കളി നിയന്ത്രിക്കുക ആഴമേറിയ മധ്യനിരയാണ്. ഗംഭീര ഓപ്ഷനുകളാണ് ഇവിടെ ഫുവന്തെക്ക് മുന്നിലുള്ളത്. ബാഴ്സലോണയ്ക്കായി കളം നിറഞ്ഞു കളിക്കുന്ന പെഡ്രി ഗോൺസാലസ് ടീമിന് ആത്മവിശ്വാസം പകരുന്നു. PSG ഫാബിൻ റൂയിസ്, ആഴ്സണലിന്റെ മാർട്ടി സുബ്ബിമെന്റി, മൈക്കൽ മെറീനോ, ബാഴ്സലോണയുടെ ഗാവി, മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രിഗോ ഹെർണാണ്ടസ്, അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ അലക്സ് ബയേന എന്നിങ്ങനെ പ്രതിഭാശാലികളുടെ ധാരാളിത്തമുണ്ട് സ്പാനിഷ് മധ്യനിരയിൽ. റോഡ്രി, പെഡ്രി, ഫാബിയൻ റൂയിസ് എന്നിവരെ മധ്യനിരയിൽ ഇറക്കുന്ന സ്റ്റാർട്ടിംഗ് 11 ആയിരിക്കും ഫുവന്തെ പ്രിഫർ ചെയ്യുക. യമാൽ നയിക്കുന്ന മുന്നേറ്റ നിരയാണ് സ്പെയിനിന്റെ ഏറ്റവും വലിയ ആകർഷണീയത. മൈക്കൽ ഒയർസബാലും നിക്കോ വില്യംസുമായിരിക്കും സ്റ്റാർട്ടിംഗ് 11-ൽ ഒപ്പമുണ്ടാവുക. ഫെറാൻ ടോറസ്, ബോർഹ ഇഗ്ലേസിയസ്, ഡാനിയൽ ഒൽമോ, വിക്ടർ മുനിയോസ്, ഹെർമി പിനോ എന്നിവർ മധ്യനിരയുടെയും ഈ മൊത്തം സ്ക്വാഡിന്റെയും ഡെപ്ത് വർദ്ധിപ്പിക്കുന്നു. ജൂൺ 15-ന് US-ലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ ഗ്രൂപ്പ് H-ൽ ലോകകപ്പിൽ കന്നിക്കാരായ കേപ്പ് വെർദെയെയാണ് സ്പെയിൻ ആദ്യം നേരിടുന്നത്. ജൂൺ 21-ന് സൗദി അറേബ്യക്കെതിരെ കളിക്കും. 26-ന് ഉറുഗ്വേക്കെതിരെയാണ് ടീമിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം. യൂറോ കപ്പിലെ പ്രകടനം ടീം തുടർന്നാൽ ഫുവന്തെയുടെ തന്ത്രങ്ങളും കളിക്കാരുടെ ഒത്തിണക്കവും വിജയം കണ്ടാൽ നിശ്ചിതമായും സെമി ഉറപ്പിക്കാവുന്ന ടീമാണ് സ്പെയിൻ. 2010-ന് ശേഷം ഒരു 2ാം ലോകകപ്പ് വിജയത്തിന് എല്ലാ സാധ്യതകളും ഈ സ്പെയിൻ ടീമിനുണ്ട്.